നിരഞ്ജനും ദേവും ആകെ കുഴങ്ങിപ്പോയി. ഇനി എന്താ ചെയ്യുക എന്നവർക്ക് ഒരു പിടിയില്ല. കുറുപ്പിന് സോനിയ എന്ന പഞ്ചാബി പെൺകുട്ടിയിൽ ജനിച്ചതൊരു പെൺകുഞ്ഞാണെന്ന കാര്യത്തിലാണ് ഇരുവർക്കും സംശയം വന്നത്. അവരുടെ വിചാരത്തിൽ നന്ദിത്തിന്റെ അച്ഛൻ കുറുപ്പാകാമെന്നായിരുന്നല്ലോ. അപ്പോഴും നന്ദനെ അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇനി നന്ദിത്തും നന്ദനയും അയാളുടെ മക്കളാണെങ്കിൽ തന്നെ അനുജന്തിക്ക് വേണ്ടി ഏട്ടൻ എന്ന നിലയിൽ നന്ദിത്ത് ഇത്രയൊക്കെ പകരം വീട്ടുമ്പോൾ കുറുപ്പ് എങ്ങനെ ഇത്ര ക്ഷമയോടെ നിൽക്കുന്നു? സംശയങ്ങൾ അങ്ങനെ കാട് കയറിയപ്പോൾ മുന്നോട്ടൊരു വഴിയും തെളിയാതെ അവർ ഇരുട്ടിലാണ്ടുപോയി. അടുത്ത ഗൂഢലക്ഷ്യത്തിലുള്ള തയ്യാറെടുപ്പിലായിരുന്നു നന്ദിത്ത്. അവനെപ്പോഴും ഒരു ചുവട് ഭയന്നിരുന്ന സാക്ഷാൽ പീതാംബരക്കുറുപ്പെന്ന ആട്ടിൻ തോലിട്ട ചെന്നായുടെ മുഖംമൂടി നിരഞ്ജന്റെ മുന്നിൽ അഴിഞ്ഞു വീണതറിയാതെ അടുത്ത ആഴ്ച കൂടുന്ന കോടതിയിലെ രംഗങ്ങൾ ആയിരുന്നു അവന്റെ മനസ്സിൽ. N&N ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വിശാലമായ ഓഫീസിലെ MD-യുടെ ക്യാബിനിൽ AC-യുടെ തണുപ്പിലിരുന്ന അവനെ വിയർപ്പിൽ കുളിപ്പിക്കാൻ തക്ക ശേഷിയുള്ള ഒരു ഫോൺ കോൾ തേടിയെത്തി. യെസ് ജിതിൻ, പറയ. അപ്പുറത്തു നിന്നും പതിവില്ലാത്തതുപോലെ പരിഭ്രമിച്ചുള്ള ജിതിന്റെ പതിഞ്ഞൊച്ച. നമുക്ക് തെറ്റുപറ്റി ബോസ്. നിതാരയല്ല നമ്മുടെ നന്ദനെ കൊന്നത്. ഒരു നിമിഷം തറഞ്ഞു നിന്നു പോയി നന്ദിത്ത്. ഇത്രനാൾ വിശ്വസിച്ചിരുന്ന കാര്യം, തൻ്റെ പകയുടെ ആണിക്കല്ലെന്ന് വിശ്വസിച്ചിരുന്ന കാര്യം സത്യമല്ലെന്നോ? നന്ദിത്ത് ഈർഷയോടെ തലയൊന്നു കുടഞ്ഞു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, എന്താ ജിതിൻ, എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? സത്യമാണ് ബോസ്. ഡിജിറ്റൽ ലാബ് റിസൾട്ട് വന്നു. നമ്മുടെ കയ്യിലുള്ള വീഡിയോ കള്ളമാണ്. അതാരോ മനഃപൂർവ്വം വരുത്തി കൂട്ടിയതാണ്. വീഡിയോയുടെ സത്യാവസ്ഥ മനസ്സിലായ ജിതിൻ ഒന്നുകൂടി പരിശോധിച്ചുറപ്പിച്ചിട്ടാണ് നന്ദിത്തിനെ വിളിച്ച് കാര്യം പറയുന്നത് പോലും. ജിതിനൊപ്പം അടുത്ത സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് തിരികെ ജിതിനെ വീട്ടിലേക്ക് വിട്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്നു നന്ദന. വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും വീട്ടിലെത്താത്തതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയവർ. പക്ഷെ കൃത്യം 2 ദിവസം കഴിഞ്ഞ് അവളുടെ വികൃതമായ ബോഡി കിട്ടിയത് കുറച്ചു മാറിയുള്ള റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ നിന്നായിരുന്നു. അന്നാ മൃതദേഹം കീറി മുറിച്ചു പരിശോധിച്ച ഡോക്ടർ പറഞ്ഞതിപ്പോഴും ജിതിന്റെയും നന്ദിത്തിന്റെയും മനസ്സിലുണ്ട്. ബ്രൂട്ട്ലി റേപ്ഡ് ആൻഡ് ഫിസിക്കലി ടോർച്ചേർഡ് ബൈ 1 or more than 1 person. അവളുടെ ചിത കത്തിയെരിയും മുൻപേ ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ നന്ദിത് കണ്ടെത്തി അവളെ പിച്ചു ചീന്തിയ കാപാലികന്മാരെ. അവരെ 4 പേരെയും കൊല്ലാതെ കൊന്നു നന്ദിത്തും ജിതിനും കൂടി. അവരിൽ നിന്നാണ് വേറൊരു കാര്യം അറിഞ്ഞത്. സെക്കൻഡ് ഷോ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന ആ വാടക ഗുണ്ടകൾക്ക് വഴിയരികിൽ നിന്ന് കിട്ടിയ മൃതശരീരമായിരുന്നു നന്ദനയെന്ന്. ചെറിയ ചെറിയ അടിപിടി കേസുമായി നടന്നിരുന്ന അവരെ കൊന്നുകളഞ്ഞുവെങ്കിലും അവർക്ക് മുൻപേ നന്ദനയുടെ ജീവനെടുത്തു ആ റോഡിൽ ഉപേക്ഷിച്ചതാരാണെന്ന് അവൻ കണ്ടെത്തി. ആക്സിഡന്റ് നടന്ന റോഡിൽ ഉണ്ടായിരുന്ന ഇരുനില വീടിന്റെ 2ാം നിലയിലെ ബാൽക്കണിയിലുണ്ടായിരുന്ന ക്യാമറ കാണിച്ചു കൊടുത്തു അവർക്ക് നിതാര ചെയ്ത കുറ്റം. വളരെ തികച്ചും സ്വാഭാവികമായി നടന്ന ഒരു ആക്സിഡന്റ്. അതിൽ ചെറുതായി പരിക്കേറ്റ നന്ദനയെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ രക്ഷിക്കാമായിരുന്നു. പക്ഷേ വരും വരായികൾ ഭയന്നാവണം അവൾ വീണ്ടും വീണ്ടും ആ വണ്ടി ഇടിക്കുന്നത്. ഒടുവിൽ കാറിൽ നിന്നിറങ്ങി വന്ന് നന്ദനയുടെ മരണം ഉറപ്പാക്കുന്ന നിതാര. അവിടെയാണ് ആ വീഡിയോയുടെ അവസാന ഭാഗമായ അവിടെയാണ് പ്രശ്നം വരുന്നത്. നിതാരയുടെ കാർ വന്നിടിക്കുന്ന പോർഷൻ സത്യമാണ്. എന്നാൽ ഫുൾ ഗ്ലാസ് കവർ ചെയ്ത ആ കാറിലുണ്ടായിരുന്നത് നിതാര തന്നെയാണോ? പക്ഷേ നിതാര ഇറങ്ങി വന്ന് നന്ദനയെ പരിശോധിക്കുന്ന ഭാഗം മിഥ്യയാണ്. വരുത്തിക്കൂട്ടിയ കൃത്രിമമായ ഭാഗം. നിതാര അല്ലെങ്കിൽ മറ്റാരാണത്? അതിനി നന്ദിത്തിന്റെ മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തന്നെ ഒന്ന് കാണണം. മറുപുറത്തു നിന്ന് കേട്ട വാക്കുകളിൽ വിശ്വസിക്കാനാകാതെ നിരഞ്ജൻ ഒന്നുകൂടി ഫോണിലേക്ക് നോക്കി. അതെ, നന്ദിത് പ്രഭാകരവർമ്മ തന്നെയാണ് വിളിക്കുന്നത്. നിരഞ്ജൻ മറുത്തൊന്നും പറഞ്ഞില്ല. എവിടെ വെച്ച് എപ്പോൾ കാണണമെന്ന് നന്ദിൻ ആവശ്യപ്പെട്ടു. നന്ദാവനം വീട്, ഹൈദരാബാദിൽ നന്ദനയുടെ ഓർമ്മകൾ അടങ്ങുന്ന വീട്ടിൽ വെച്ചാകണം ബദ്ധവൈരികളുടെ കൂടിക്കാഴ്ച, ഒരുപക്ഷെ അവരുടെ കൂടിച്ചേരൽ. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു.
തൊട്ടടുത്ത ഫ്ലൈറ്റിന് നന്ദിത്തും ജിതിനും പ്രഭയും കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് കുതിച്ചെത്തി. ദേവുവിനൊപ്പമാണ് നിരഞ്ജൻ അങ്ങോട്ടേക്കെത്തിയത്. എല്ലാത്തിനും ഒരവസാനം ഒരുങ്ങുകയായിരുന്നു. ആ വലിയ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് നിരഞ്ജനും ദേവുവും കയറിയപ്പോൾ അവരെ വരവേറ്റത് ഹാളിലെ നന്ദനയുടെ വലിയ ഛായാചിത്രമായിരുന്നു. നിരഞ്ജൻ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഉള്ളിലെവിടെയോ ഒരു കുത്തിവലിക്കൽ. നിതാരയുടെ പ്രായമല്ലേ കാണുള്ളൂ അവൾക്കും. ഇനിയും ഭൂമിയിൽ എത്രയോ നാൾ ജീവിച്ചിരിക്കേണ്ടവളായിരുന്നു. ഒരുപക്ഷെ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നിതാര കാരണം മരണപ്പെട്ട പെൺകുട്ടി. ദേവുവിനെന്തോ ചെറിയ പേടിയുണ്ടായിരുന്നു. അവൾ നിരഞ്ജന്റെ കൈകൾ പതിയെ കൂട്ടിപ്പിടിച്ചു. കയറി വാ നിരഞ്ജൻ, ഇരിക്ക്. നന്ദിത് നിരഞ്ജനെയും ഒപ്പം ദേവുവിനെയും നോക്കി പറഞ്ഞു. നന്ദിത്തും ജിതിനും ഇരുന്ന സോഫയ്ക്ക് എതിർവശം നിരഞ്ജനൊപ്പം ദേവുവും ഇരുന്നു. അപ്പോഴാണ് അകത്തു നിന്നും അവർക്ക് നൽകാനായി ചായയും കൊണ്ട് പ്രഭ നടന്നു വന്നത്. നിരഞ്ജനും ദേവുവിനും ചായ കൊടുക്കുമ്പോൾ അവരെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കാനും പ്രഭ മറന്നില്ല. നന്ദിത് എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ ഉഴറി നിന്ന നിരഞ്ജൻ അവരെ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും ദേവു അവരെ ഒന്ന് ചൂഴ്ന്നു നോക്കി. സാക്ഷാൽ പീതാംബരക്കുറിപ്പിനുള്ള വലതു പുരികത്തിന് താഴെയുള്ള കറുത്ത മറുക് പ്രഭയുടെ വലതു പുരികത്തിന് താഴെ മുഴച്ചു നിൽക്കുന്നു. സുന്ദരിയാണ് പ്രഭ. നിരഞ്ജനോളം പ്രായമുണ്ടാകും അവൾക്ക്. അരയ്ക്കൊപ്പം എത്തുന്ന മുടിയുണ്ടവൾക്ക്. ചന്ദനത്തിൻ്റെ നിറവുമുണ്ട്. അതെല്ലാത്തിനും പുറമെ അവളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ട്. ആരോടും ദയയും കാരുണ്യവും അവളിലുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ പിന്നിൽ നിന്ന് കുത്താൻ മാത്രം അറിയാവുന്ന പീതാംബരക്കുറിപ്പിന്റെ ലക്ഷണങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം. നിനക്കറിയോ പ്രഭ ഇവരെ? നന്ദിത് പ്രഭയോട് സ്നേഹത്തോടെ ചോദിച്ചു. പ്രഭ അവരെ ഒന്നുകൂടി നോക്കിയിട്ട് പതിയെ പറഞ്ഞു. ഇല്ല നന്ദ, എനിക്കിവരെ മനസ്സിലായിട്ടില്ല. പതിയെ പറഞ്ഞുവെങ്കിലും അവളുടെ ശബ്ദം നിറയെ പതർച്ചയായിരുന്നു. വന്നവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ള സന്ദേഹം. ഇതെന്റെ ഭാര്യയാണ് നിരഞ്ജൻ. പേര് പ്രഭ പീതാംബരക്കുറുപ്പ്. നിരഞ്ജൻ ഒന്ന് നടുങ്ങിപ്പോയി. ദേവു ഇത് മുൻപേ പ്രതീക്ഷിച്ചുവെങ്കിലും അവളിലും ഞെട്ടൽ പ്രകടമായിരുന്നു. പ്രഭേ, ഇത് നിരഞ്ജൻ, എൻ്റെ ബിസിനസ് ഫ്രണ്ടാണ്. ഇത് നിരഞ്ജൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. തൻ്റെ പേരെന്താടോ? നിരഞ്ജനെയും ദേവുവിനെയും പരിചയപ്പെടുത്തി പ്രഭയോട് പറഞ്ഞുകൊണ്ട് അവൻ ദേവുവിന് നേരെ ചോദിച്ചു. ശിഖന്യ. പെട്ടെന്നൊന്ന് പതറിപ്പോയെങ്കിലും അവൾ പേര് പറഞ്ഞു. പ്രഭ അവരെയൊന്ന് നോക്കി വീണ്ടും മനോഹരമായി പുഞ്ചിരിച്ചു. എങ്കിലും അവർ രണ്ടാളുടെയും ഭാവം കണ്ട് ചെറുതായി അമ്പരക്കാതിരുന്നില്ല. പ്രഭ, താൻ അകത്തേക്ക് ചെല്ല്. എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നന്ദിത് പറയുന്നത് കേട്ട് പ്രഭ അകത്തേക്ക് പോയി. ഞെട്ടൽ മാറാതെ ഇരിക്കുന്ന നിരഞ്ജനോട് നന്ദിത് പറഞ്ഞു. താൻ ഞെട്ടണ്ടടോ. നിരഞ്ജൻ, തൻ്റെ അമ്മാവൻ്റെ മകൾ തന്നെ അവൾ. വിവാഹം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന പീതാംബരക്കുറുപ്പിന് സോണിയ എന്ന പഞ്ചാബി സ്ത്രീയിൽ ജനിച്ച കുട്ടിയാ പ്രഭ. കഴിഞ്ഞ ദിവസം മുതൽ തേടിക്കൊണ്ടിരുന്ന ചോദ്യത്തിന് നിരഞ്ജൻ ഉത്തരം കിട്ടിയിരിക്കുന്നു. കുറുപ്പിൻ്റെ മകൾ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിരഞ്ജൻ. കാരണം ഞാൻ പറയാൻ പോകുന്നത് വലിയൊരു ചതിയുടെ കഥയാണ്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിച്ച എന്നെ അതിനൊരു ആയുധമാക്കി കൂടെ നിർത്തിയ ആളുടെ ചതി. ഒരു ദീർഘനിശ്വാസത്തോടെ നന്ദിത് പറഞ്ഞു തുടങ്ങി. മുൻപ് പലവട്ടമായി പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അച്ഛൻ പ്രഭാകരവർമ്മ മരിച്ചപ്പോഴാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. വരുമ്പോൾ എനിക്കൊപ്പം എൻ്റെ നന്ദുവും ജിതിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലെ അച്ഛൻ്റെ ബിസിനസ് ഏറെക്കുറെ തകർന്നിരുന്നു. എന്നിട്ടും ഉള്ളതുകൊണ്ട് മിച്ചം പിടിച്ചിവിടെ ഞാനൊരു എക്സ്പോർട്ടിംഗ് ബിസിനസ് തുടങ്ങി. നന്ദന എക്സ്പോർട്ട് എന്ന പേരിട്ട ആ കമ്പനി എൻ്റെ നന്ദൂട്ടൻ്റെ ഭാഗ്യം പോലെ തന്നെ വളർന്നു. ഒരു ദിവസം ലാഭം കിട്ടുന്ന കമ്പനിയായി മാറിയപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു തിരിച്ചടി കിട്ടുന്നത്. ഓസ്ട്രിയയ്ക്ക് പോകേണ്ട 2 കണ്ടെയ്നേഴ്സ് എൻ്റെ സ്റ്റാഫിൻ്റെ കയ്യബദ്ധം കൊണ്ട് നഷ്ടമായി. ഒറ്റയടിക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമോർത്ത് ഞാൻ ആകെ പരിഭ്രാന്തിയിലായി. നഷ്ടത്തിന് കാരണമായ 3 ജോലിക്കാർ ആത്മഹത്യ കൂടി ചെയ്തോടെ എന്ത് ചെയ്യണമെന്നെനിക്കറിയാതെയായി. അപ്പോഴാണ് എനിക്ക് മുന്നിൽ ദൈവം പോലെ അയാൾ പ്രത്യക്ഷപ്പെട്ടത്. അല്ല, ചതിയുടെ മുഖം മൂടിയണിഞ്ഞ അയാൾ. നിരഞ്ജൻ, തൻ്റെ അമ്മാവൻ. പറയുമ്പോൾ നന്ദിത് വല്ലാതെ കിതച്ചു പോയിരുന്നു. പിന്നീട് തുടർന്നത് ജിതിനാണ്. അന്ന് ആവശ്യത്തിനുള്ള പണം കടമായി തന്നത് കുറുപ്പ് സാറായിരുന്നു. പകരം അയാൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിൽ ഷെയർ ഹോൾഡർ ആകണമെന്ന് ആവശ്യപ്പെട്ടു.
മറ്റൊരു വഴിയും മുൻപിലില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളത് സമ്മതിച്ചു. പിന്നീടാണ് അതിലെ ചതി മനസ്സിലായത്. വിപണിയിലുള്ള ഇലക്ട്രോണിക്സ് ആയിരുന്നു ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. എങ്കിൽ അത് പിന്നെ മാറി. പൊടികളും ദ്രാവങ്ങളുമായ ലഹരി പദാർത്ഥങ്ങളായി മാറി. അവിടെ മുതൽക്കാണ് നന്ദിത് പ്രഭാകരവർമ്മ മനുഷ്യനല്ലാതെയായത്. അവിടെ മുതൽക്കാണ് രാക്ഷസരെ പോലെ പെരുമാറാൻ തുടങ്ങിയത്. ഇതിനിടയിലാണ് നന്ദുവിൻ്റെ മരണം. അതിന് കാരണമെന്ന വീഡിയോ എനിക്ക് കാണിച്ചു തന്നത് തൻ്റെ അമ്മാവനാടോ. ആദ്യം ബിസിനസ് പങ്കാളിയും പിന്നീട് അമ്മായിയച്ഛനുമായി വന്ന അയാളെ ഞാൻ വിശ്വസിച്ചു പോയി. നന്ദിത്തിൻ്റെ വാക്കുകളിൽ സ്വയം അമർഷ നിറഞ്ഞു. പക്ഷെ അയാളോടുള്ള കോപം അതിലും കൂടുതലായിരുന്നു. അവസാനം അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ നിരഞ്ജൻ പറഞ്ഞു തുടങ്ങി, നിതാരയല്ല നന്ദിത് ശരിക്കുമുള്ള കൊലപാതകി. അത് കണ്ടെത്തും വരെയൊന്ന് ക്ഷമിക്കുതാൻ. ആട്ടിൻ തോലിട്ട് അമ്മാവൻ ചെന്നായിയോട് ചോദിക്കാൻ ഞാനും ഒരുങ്ങുന്നുണ്ട്. അന്ന് അവിടെ നിന്നിറങ്ങുമ്പോൾ അവസാന കുട്ടിക്കലാശത്തിനുള്ള പുറപ്പാടിലായിരുന്നു നിരഞ്ജനും നന്ദിത്തും ഒപ്പം ജിതിനും. കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഈ ദിവസങ്ങളിൽ അത്രയും തറവാട്ടിൽ കുറുപ്പമ്മാവനും ഉണ്ടായിരുന്നു. പക്ഷെ തൻ്റെ കള്ളി വിളിച്ചതായി എന്നയാൾക്ക് തോന്നിയിരുന്നില്ല. അത്രയും മനോഹരമായി നിരഞ്ജനും നന്ദിത്തും അയാളെ പറ്റിച്ചു. അച്ഛൻ്റെ വിശ്വരൂപം അറിഞ്ഞ പ്രഭ വല്ലാതങ്ങ് തകർന്നുപോയി. എത്രയൊക്കെ ആയാലും അയാൾ അവൾക്ക് നല്ലൊരു അച്ഛൻ തന്നെയായിരുന്നു. സ്വന്തം സഹോദരൻ ഇത്തരത്തിലൊരു നീചനാണെന്ന് ദേവയാനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചൊന്നുമല്ല വാസുദേവനും നിരഞ്ജനും കഷ്ടപ്പെട്ടത്. ഒടുക്കം അവരും മനസ്സിലാക്കി കുറുപ്പിന്റെ യഥാർത്ഥ ഗുണം. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് കോടതിയിലെ കേസ് എന്ത് ചെയ്യുമെന്ന ആലോചനയിലായിരുന്നു ഇഷിത. കോടതിയിൽ തെളിവുകൾക്കും സാക്ഷിമൊഴികൾക്കുമാണല്ലോ മുൻതൂക്കം. അവർക്ക് ലഭിച്ചിരിക്കുന്ന CCTV വിഷ്വൽസിന്റെ വിശ്വസ്തതയിൽ നിതാരയല്ല കുറ്റവാളി എന്നവൾക്ക് സ്ഥാപിക്കാം. പക്ഷെ കുറുപ്പമ്മാവനാണ് തെറ്റ് ചെയ്തതെന്നതിന് ഇപ്പോഴും വ്യക്തമായ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ അവരുടെ പക്കലില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൈകുന്നേരം നിതാര തൻ്റെ ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇടയ്ക്കൊക്കെയുള്ള ശീലമാണത്. മുൻപെടുത്ത ഫോട്ടോസിലൂടെ കണ്ണോടിക്കുക. കടന്നുപോയ മനോഹര നിമിഷങ്ങളിലെ പെട്ടെന്നൊരു മിന്നലോട്ടം. കൂടുതലും ദൈവമൊത്തുള്ള ഫോട്ടോസാണ്. ബീച്ച്, പാർക്ക്, റെസ്റ്റോറൻറ്റ്, മോൾ, തിയേറ്റർ, അങ്ങനെ. മനസ്സ് വല്ലാതെ ശാന്തമായി ഇരിക്കുമ്പോഴാണ് അവളുടെ ഉള്ളിലേക്ക് ആ ചോദ്യം അലയടിച്ചുയർന്നത്. തൻ്റെ വാഹനം താനല്ലാതെ മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? കോടതി മുറിയിൽ ഇഷിതയും സുന്ദരേശനും ഒരുപോലെ അവളോട് ചോദിച്ച ചോദ്യം. നിരഞ്ജനും ദേവും കുറുപ്പമ്മാനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേ മനസ്സിൽ കയറി കരടാണ് ആ ചോദ്യം. പൊടുന്നനെ അവൾക്കത് ഓർമ്മ വന്നു. അവളുടെ കാർ 2-3 തവണ സർവീസിന് കൊണ്ടുപോയത് അമ്മാവനാണ്. പെട്ടെന്ന് തന്നെ അവൾ ഹൈദരാബാദിലെ പ്രമുഖ സർവീസ് സെന്ററിലേക്ക് വിളിച്ചു. അവളുടെ ഊഹം തെറ്റിയില്ല. അവരുടെ റെക്കോർഡ്സിലുള്ളത് പ്രകാരം നിതാരയുടെ കാർ 2ാമത്തെ തവണ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് വാങ്ങിയ തീയതി 2/9/2022 നന്ദന കൊല്ലപ്പെട്ട അതേ രാത്രി. അന്ന് ആ കാറ് പോയി വാങ്ങിയത് അമ്മാവനും അവളും കൂടിയായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇനിയുള്ള കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളാണ്. കുറുപ്പമ്മാവനെ കൂടി ഉൾപ്പെടുത്തി അവതരിപ്പിക്കുന്നു. ആരും ഒരിക്കലും മറന്നിടാത്ത ആ രാത്രി, സെപ്റ്റംബറിലെ 2ാം തീയതിയിലെ ആ രാത്രി. ആ സമയത്ത് തൻ്റെ ഇല്ലീഗൽ ഡ്രഗ്സ് ബിസിനസ്സിനെക്കുറിച്ച് കുറച്ചുകൂടി ഉറപ്പുള്ളൊരു താങ്ങ് തേടുകയായിരുന്നു കുറുപ്പ്. അന്നേരം ഉണ്ടായിരുന്നതുപോലെ വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മറവിൽ ഡ്രഗ്സ് ഡീലിങ്സ് നടത്തിയ വാസുദേവൻ എല്ലാം അറിയുമെന്ന നിലയിൽ എത്തിയിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയ ഒരാളെ തേടി അന്വേഷിച്ച് നടന്ന പീതാംബര കുറുപ്പിന് മുന്നിൽ ഒരു ശാപം പോലെയാണ് അന്ന് വൈകുന്നേരം നന്ദന വന്ന് പെട്ടത്. രാത്രിയിൽ പോകേണ്ട ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ട ഗിഫ്റ്റും വാങ്ങി ടാക്സിയിലേക്ക് പോകാൻ കാത്തുനിന്ന നന്ദനെ അപ്രതീക്ഷിതമായാണ് കുറുപ്പിൻ്റെ കാർ തട്ടിയിടുന്നത്. അന്നേരം ഒരു 6 മണി ആവുകയുള്ളൂ. അയാൾ ആ നേരം പ്രഭയെപ്പോലെ തോന്നി അവളെ കണ്ടപ്പോൾ. നിലത്ത് വീണ് കിടന്ന് അവളെ ഓടി അടുത്തെത്തി ആവലാതിയോടെ കാര്യങ്ങൾ തിരക്കുമ്പോൾ നന്ദന ചെറു മന്ദഹാസത്തോടെ പറഞ്ഞു, കുഴപ്പമില്ല സാർ, അറിയാതെ പറ്റിയതല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മോൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? പറഞ്ഞ അങ്കിള് കൊണ്ടുവിടാം. അയാളുടെ ആ സഹായം തള്ളിക്കളയാൻ അവൾക്ക് തോന്നിയില്ല. ജിതിൻ അവളോട് പറഞ്ഞതും കാർ വിളിച്ച് പാർട്ടി ഹാളിലേക്ക് എത്താനാണല്ലോ. അതുകൊണ്ട് തന്നെ കുറുപ്പ് അവളെ പാർട്ടി നടക്കുന്നിടത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. ആ ചെറിയ യാത്രയിൽ നന്ദന അവളെപ്പറ്റി എല്ലാം അയാളോട് സംസാരിച്ചിരുന്നു. മനസ്സിൽ കള്ളമില്ലാതെ അവളെ ഏട്ടനെ പറ്റിയും അവൻ തുടങ്ങിയ ചെറിയ ബിസിനസ്സെ പറ്റിയും അയാളോട് സംസാരിച്ചു. അപ്പോഴാണ് അയാളിൽ കുടിലബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത്. നന്ദിത്തിനെ എങ്ങനെയും വരുതിയിലാക്കുക എന്ന ഉദ്ദേശത്തോടെ അയാൾ അപ്പോൾ തന്നെ നന്ദിത്തിനെ പറ്റി അന്വേഷിച്ചറിഞ്ഞു.
അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവൻ ആകെയുള്ള ബന്ധം ഇപ്പോൾ താൻ കണ്ട അനുജത്തിയാണെന്ന് മനസ്സിലായതും അയാളിൽ വീണ്ടും കുടിലത നിറഞ്ഞു. ഇത്രയും വർഷം കൊണ്ട് സ്വരുക്കിട്ടിയ കമ്പനി വാസുദേവന്റെ മക്കൾക്ക് പോകുമെന്നുള്ള കുറിപ്പിന്റെ വലിയ വേദനയായിരുന്നു. രഹസ്യവിവാഹത്തിൽ ജനിച്ച കുഞ്ഞായതുകൊണ്ട് തന്നെ പ്രഭയെ അവർ അംഗീകരിക്കുമോ എന്നുള്ളതും അയാളുടെ തലവേദനയായി തുടർന്നു. നിരഞ്ജനെയും നിതാരയും ഒഴിവാക്കണം, അതിൽ മനംനൊന്ത് വാസുദേവനും ദേവയാനിയും തിരികെ നാട്ടിലേക്ക് പോകും. ഇതായിരുന്നു അയാളുടെ പ്ലാൻ. നിരഞ്ജൻ അമേരിക്കയിൽ നിന്ന് വരുവോളം അവന്റെ കാര്യത്തിൽ സമയമുണ്ട്. പക്ഷേ നന്ദനയെ കൊന്ന് ആ കുറ്റം നിതാരയുടെ തലയിലിട്ടാൽ നന്ദിത് അവളെ തീർക്കുക മാത്രമല്ല, തന്റെ ഡ്രഗ്സ് ബിസിനസ് തുടരാൻ ഒരു വഴി കൂടി തെളിയുമെന്ന് അയാൾ ഉറപ്പിച്ചു. രാത്രി നിതാരയുടെ കാർ സർവീസ് സെന്ററിൽ നിന്ന് ഇറക്കാൻ പോയപ്പോൾ പതിവില്ലാതെ നിതാര കൂടി അയാൾക്കൊപ്പം ചെന്നു. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നടക്കില്ലേ എന്ന് ഭയന്ന അയാൾ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നിതാരയ്ക്ക് കൊടുത്തു. അത് കുടിച്ചവൾ പാതി ബോധത്തോടെയാണ് പിന്നീടും ഓരോന്നിനും സാക്ഷിയായത്. ജിതിൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോയ നന്ദന പതിയെ വീടിനകത്തേക്ക് നടക്കാൻ തുനിഞ്ഞപ്പോഴാണ് കുറുപ്പ് അവൾക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് കാർ നിർത്തിയത്. തുറന്ന ഗേറ്റ് അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് അവൾ അയാളെ നോക്കി. ആഹാ, മോളുടെ വീട് ഇവിടെയാണോ? അതെ അങ്കിൾ, നന്ദന ചിരിയോടെ പറഞ്ഞതും കുറുപ്പ് നിതാരയെ കാണിച്ച് അവളോട് പറഞ്ഞു. എൻ്റെ മകളാ നിതാര, സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരികയാ. ഞാൻ മോളെ കണ്ടതുകൊണ്ട് നിർത്തിയെന്നേ ഉള്ളൂ. എന്താ അങ്കിൾ മോൾക്ക് പറ്റിയത്? നന്ദന ചോദിക്കുന്ന കേട്ട് കുറുപ്പ് പറഞ്ഞു. അവളുടെ അമ്മ മരിച്ചിട്ട് 2-3 വർഷമായി. അതിനെ തുടർന്ന് കുറച്ച് ഡ്രോമ ഉണ്ട് അവൾക്ക്. അയാളുടെ നുണക്കഥ പാടെ വിശ്വസിച്ചവൾ. മോള് വരുന്നോ? നമുക്ക് അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ പോയൊരു ചായ കുടിച്ചിട്ട് വന്നാലോ? അയാൾ അങ്ങനെ ചോദിക്കുമെന്ന് അവൾ കരുതിയില്ല. പെട്ടെന്ന് നോ പറയാൻ മടിച്ചവൾ പറഞ്ഞു. പിന്നെന്താ? അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ പിഴവ്. ഒരു മുൻപരിചയമില്ലാത്ത അയാളെ വിശ്വസിച്ചവൾ കൂടെ പോയി. നന്ദന പിന്നിലാണ് കയറിയത്. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിതാര മയങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. അപ്പോൾ കുറച്ചേറെ നേരം വണ്ടി മുന്നോട്ട് നീങ്ങി. ഒടുവിൽ ആളൊഴിഞ്ഞൊരു ഹൈവേയിൽ നിർത്തുമ്പോൾ നന്ദന പരിഭ്രമത്തോടെ ചുറ്റുമൊന്ന് നോക്കി. ഇതെന്താ അങ്കിൾ ഇവിടെ? പറയാം, മോളിറങ്ങ്. നന്ദന ചെറിയ പരിഭ്രമത്തോടെ കാറിൽ നിന്നിറങ്ങി. അവൾ ഇറങ്ങിയ പാടെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി അയാൾ പറഞ്ഞു. എനിക്ക് മോളോട് യാതൊരുവിധ കമ്മിറ്റ്മെൻസും ഇല്ല നന്ദന. അപ്പോൾ സ്വർഗത്തിൽ കാണാം. ക്രൂരമായ ചിരിയോടെ അയാളത് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നവളെ നോക്കി വണ്ടി റിവേഴ്സ് എടുത്തു. നന്ദന എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും അയാൾ ഓടിച്ചിരുന്ന നിതാരയുടെ കാർ അവളുടെ ശരീരം കടന്നു മുന്നേറിയിരുന്നു. അബോധാവസ്ഥയിൽ എവിടെയോ നിതാരയ്ക്ക് അവ്യക്തമായി കണ്ടിരുന്നു. നന്ദിത്തിനെ കാണുകയും സൃഷ്ടിച്ച വീഡിയോ കാണിക്കുകയും അതിലൂടെ നിതാരയുടെ മേൽ പക സൃഷ്ടിക്കുകയും ചെയ്തു അയാൾ. നന്ദിത്തിന്റെ കമ്പനി വളരാൻ സഹായിച്ച കുറുപ്പ് അവനെ താൻ ചരട് വലിക്കുന്ന പാവ പോലാക്കി മാറ്റി. ഒരു വിശ്വാസത്തിനു വേണ്ടി പ്രഭയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇരുതറവാട്ടിലും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി ആരംഭിച്ചു. പഴയതെല്ലാം മറന്ന് നിതാര പൂർണ്ണമായും പുതിയൊരാളായി മാറി. പഴയ മാനസിക രോഗിയുടെ ഒരു ലാഞ്ചന പോലും അവളിൽ ഉണ്ടായില്ല. നിരഞ്ജനും ദൈവവും ദേവനും എല്ലാവരും സന്തോഷത്തിലാണ്. ഇതിനിടയിൽ കുഴങ്ങിപ്പോയത് കുറുപ്പാണ്. അയാൾ ഉദ്ദേശിച്ചതുപോലൊന്നുമല്ലല്ലോ ഇപ്പൊ സംഭവിക്കുന്നത്. ഭ്രാന്തിയാക്കി കൊല്ലാണ്ടിരുന്ന നിതാര പഴയതിലും ഉന്മേഷവതിയായി. നിരഞ്ജനാണെങ്കിൽ ഹൈദരാബാദിലെ ബിസിനസ് മുഴുവനായും നാട്ടിലേക്ക് പറിച്ച് നട്ടുകഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ നന്ദിത്തോ ജിതിനോ പ്രഭയോ അയാളെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല. എവിടേക്കോ തകരാറുകൾ പിണഞ്ഞിരിക്കുന്നു എന്ന് അയാൾക്ക് ബോധ്യമായി. മംഗല്യത്തിന് ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഒരുമിച്ച് 2 മംഗല്യം നടത്തുന്നതിനാൽ കുടുംബക്ഷേത്രത്തിൽ പ്രത്യേക പൂജയൊക്കെ ഉണ്ട്. അതിനായി രാവിലെ തന്നെ പുറപ്പെട്ടതാണ് ഇരു തറവാട്ടിലുമുള്ളവർ. നിരഞ്ജനും ദേവനും സമയത്തെത്തിക്കോളാം എന്ന് പറഞ്ഞൊഴിഞ്ഞു. കുറുപ്പമ്മാവൻ 2 ദിവസത്തേക്ക് ഹൈദരാബാദ് പോയിരിക്കുകയാണല്ലോ. അയാളുടെ മടക്കം ഇന്നാണ്. ഏകദേശം ഉച്ചയോടെ അയാൾ തിരികെ എത്തി. നിരഞ്ജനാണ് എയർപോർട്ടിൽ അയാളെ വിളിക്കുവാനായി പോയത്. നമ്മൾ എങ്ങോട്ടാ മോനെ പോന്നേ? കാറിൽ കയറി കുറച്ചു ദൂരം പിന്നിട്ട് അമ്പലത്തിന്റെ റോഡ് കഴിഞ്ഞവൻ മുന്നിലേക്ക് പോകുന്നത് കണ്ട് കുറുപ്പ് ചോദിച്ചു. ഒരിടം വരെ പോകാനുണ്ടമ്മാവാ. നിരഞ്ജൻ ചിന്തിച്ചത് അയാളുടെ അഭിനയത്തെ പറ്റിയാണ്. ഒരിക്കൽ പോലും കൂടെ നിന്ന് കൊല്ലുന്നത് ഇയാളാകുമെന്ന് കരുതിയതേയില്ല. അയാളുടെ നടിപ്പ് അത്രയും മനോഹരമായിരുന്നു. ഇപ്പോഴും എത്ര സ്വാഭാവികമായി പെരുമാറുന്ന അയാൾ. നിരഞ്ജന്റെ താറ് പോയി നിന്നത് NN എക്സ്പോർട്ടിന്റെ ഗോഡൌണിലാണ്. കുറുപ്പ് ചെറുതായി ഒന്ന് വിയർത്തുപോയി. എന്താ മോനെ നമ്മളിവിടെ? അയാൾ പതർച്ച പുറത്ത് കാണിക്കാതെ പറഞ്ഞു. കുറച്ച് കാലമായി അമ്മാവ ഒരു സ്വസ്ഥതക്കേട് തുടങ്ങിയിട്ട്. ഇന്നതങ്ങ് തീർത്ത് കളയാമെന്ന് വച്ചു. അമ്മാവനിറങ്ങ്. നിരഞ്ജൻ ഷർട്ടിന്റെ സ്ലീവ് ഒന്നുകൂടി മടക്കി വെച്ച് കാറിൽ നിന്നിറങ്ങി. അപ്പോഴാണ് അവന് തൊട്ടു പിന്നാലുണ്ടായിരുന്ന കാറിൽ നിന്ന് നന്ദിത്തും ജിതിനും
അതിന് പിറകിലെ ജീപ്പിൽ നിന്ന് ദേവനും വരുണും നന്ദനും ഇറങ്ങിയത്. ഒന്നും മനസ്സിലാകാതെ കാറിൽ നിന്ന് കൂടെ ഇറങ്ങിയ കുറുപ്പ് നന്ദിത്തിനെ കണ്ട് കടപ്പല്ലൊന്ന് ഞെരിച്ചു. എന്താ അമ്മാവ ഒരു പരിചയമില്ലാത്തവരെ പോലെ നിൽക്കുന്നത്? അയാളോട് വരുത്തിക്കൂട്ടിയ ആക്ഷേപത്തോടെ നന്ദിത് ചോദിച്ചത് കേട്ട് അയാളങ്ങ് വിളറിപ്പോയി. നിരഞ്ജൻ അയാളെ നോക്കാതെ അർത്ഥം വെച്ചൊന്ന് മീശത്തുമ്പ് കടിച്ചു. ദേവനും അയാളോട് തീർത്താൽ തീരാത്ത കലിയുണ്ട്. ഒരേ ഒരു മകളുടെ ഭർത്താവല്ലേ അമ്മാവ ഈ നിൽക്കുന്നത്? അയാളെ കൊണ്ട് ഇത്രനാളും വിഡ്ഢിവേഷം കെട്ടിച്ചതല്ലേ? എന്നിട്ടെന്താ ഇപ്പോഴൊന്നും പറയാത്തത്? പുച്ഛത്തോടെ ദേവൻ ചോദിക്കുമ്പോൾ കുറുപ്പിന് ലോകം അസ്തമിച്ചതായി തോന്നിപ്പോയി. അയാൾ ചുറ്റിനും ഒന്ന് നോക്കി. തനിക്ക് നേരെ നിരന്ന് നിൽക്കുന്നത് പെരുമ്പാമ്പുകളാണെന്ന് അയാൾക്ക് തോന്നി. വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് പിടഞ്ഞ് കുലപ്പെടുത്താൻ ദാഹിച്ചു നിൽക്കുന്ന പെരുമ്പാമ്പുകൾ. മോനെ നിരഞ്ജൻ, അവസാന ആശ്രയത്തിനുള്ള അടവ് പോലെ അയാളൊന്ന് വിളിച്ചു. പണ്ട് മുതലേ ശാന്തനായ അനന്തിരവനെ മാത്രമല്ലേ അയാൾ കണ്ടു ശീലിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവന് അയാളെ കൊന്ന് കത്തിക്കാനുള്ള ദേഷ്യമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ അവൻ്റെ കത്തുന്ന നോട്ടം വേണ്ടി വന്നുപോയി. പടുത്തുയർത്തി കള്ളവും ചതിയും വിശ്വാസവഞ്ചനയുടെ ചീട്ടുകൊട്ടാരവും തകർന്നു വീണു. ഇനി രക്ഷയില്ല. പിന്നിൽ നിന്ന് കുത്തി കൂടെ നിന്ന് ചിരിച്ചപ്പോൾ താൻ അറിഞ്ഞില്ലേ ഞങ്ങളിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്? നിരഞ്ജന്റെ വാക്കുകൾക്ക് പതിവില്ലാത്ത വിധം കട്ടി, ഉറപ്പ്. ഉത്തരമില്ലാതെ അയാൾ നിന്ന് വിറങ്ങലിച്ചു. അന്നേരം ചിരിക്കുന്ന നന്ദനയുടെ മുഖം ജിതിന്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നു. ആ വെള്ളാരം കണ്ണുകൾ. പാഞ്ഞു വന്ന അയാളുടെ കരണമടക്കിയൊന്ന് പൊട്ടിച്ചു അവൻ. ആ അടിയിൽ വേച്ച് വീഴാൻ പോയ അയാളെ താങ്ങി നിർത്തി നാഭിയിലേക്കൊന്ന് തൊഴിച്ചു ദേവൻ. ദേവന്റെ ഉള്ളിൽ ചെയ്യാത്ത തെറ്റിന് നിതാര എരിഞ്ഞു തീർന്ന കണ്ണുനീരായിരുന്നു. ഒടുവിൽ നിരഞ്ജനും നന്ദിത്തും അയാളുടെ തടിച്ച ശരീരത്തിൽ ക്രോധമടക്കുമ്പോൾ കുറുപ്പിന്റെ നിലവിളികൾ മുഴങ്ങിക്കേട്ടു. വേണ്ട നന്ദിത്ത്, ഇയാളിങ്ങനെ മരിക്കാൻ പാടില്ല. അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആളില്ലാതെ ഇക്കണ്ട നെറുകേടിലൂടെ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ ഒഴുകി പോകുന്നത് കണ്ട് ഉരുകി തീരണോ ഇയാൾ? നിരഞ്ജൻ പറയുമ്പോൾ കുറുപ്പിന്റെ ശരീരത്തിലെ ജീവനറ്റു പോയിരുന്നെങ്കിലെന്ന് അയാൾ ആശിച്ചുപോയി. നിരഞ്ജൻ, നിങ്ങൾ വിട്ടോ, ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ചതുപോലെ വരുണും നന്ദനും ദേവനും അയാളെ ജീപ്പിലേക്ക് കയറ്റി പാഞ്ഞുപോയി. എല്ലാം തീർത്ത നിശ്വാസത്തിൽ നിരഞ്ജൻ പറഞ്ഞു, നന്ദിത്, നമ്മൾ തമ്മിലിനി ഒരു പ്രശ്നവുമില്ല. പറഞ്ഞത് മറക്കണ്ട. 2 ദിവസം മുൻപേ ഭാര്യയും കൂട്ടി തറവാട്ടിലെത്തണം കേട്ടോ. ജിതിൻ, നീയും. നിരഞ്ജൻ അത് പറയുമ്പോൾ അവർ ഇരുവരും ചിരിയോടെ തലയാട്ടി. നിരഞ്ജൻ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഗോഡൌൺ പൂട്ടി ജിതിനും നന്ദിത്തും കാറിലേക്ക് കയറി. ജിതിനാണ് ഡ്രൈവ് ചെയ്തത്. കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാരിക്കിടന്ന് സ്റ്റീരിയോയിൽ നിന്നൊഴുകുന്ന പതിഞ്ഞ തമിഴ് പാട്ടിൻ്റെ ഈണത്തിലൊന്ന് മൂളിക്കൊണ്ടിരുന്നു നന്ദിത്ത്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അല്ലേ? ജിതിൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതവൻ്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് പാളിപ്പോകാനിടയാക്കി. എങ്കിലും സംയമനം വീണ്ടെടുത്തവൻ നന്ദിത്തിനെ ഒന്ന് നോക്കി. മുഖത്തിൽ കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുകയാണവൻ. മറുപടി ഇല്ലേ നിനക്ക്? ഇത്തവണ ശബ്ദം കടുത്തിരുന്നു. ജിതിൻ കാർ ഒതുക്കി റോഡ് സൈഡിലേക്ക് നിർത്തി. ആയിരുന്നു. ജിതിനും ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു. അല്ലെങ്കിലും ആരെ ഭയക്കാനാണിനി? എനിക്ക് ഈ ഉത്തരമാണ് വേണ്ടതടാ. ആയിരുന്നു. അത് മതി. അത് കഴിഞ്ഞതാ. അവളിനി ഇല്ല. അത് നീ മനസ്സിലാക്കണം. ജിതിൻ ഒരു നിമിഷം ചിന്തിച്ചുപോയി. ഇപ്പോഴും അവൾ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന താൻ എന്തുകൊണ്ട് ഇഷ്ടമാണ് എന്നൊരുത്തരം പറയാതെ ആയിരുന്നു എന്ന് പറഞ്ഞു? മറന്നോ താൻ അവളെ? ജീവിക്കണം ജിതിൻ. നിനക്കിനിയും ജീവിതമുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കിടയിൽ നിനക്ക് തിരുത്താൻ പറ്റിയൊരു കാര്യവുമുണ്ട്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ അർത്ഥം അതാവും. ആലോചിക്കുക കേട്ടോ. ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്നും നന്ദിത് അത് പറയുമ്പോൾ ഇനിയും ഒരർത്ഥം തൻ്റെ ജീവിതത്തിനുണ്ടോ എന്നവൻ ചിന്തിച്ചുപോയി. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചുപോയി. മരണം അതൊരു തീരാവേദനയാണ്. പ്രിയപ്പെട്ടവരുടേതാകുമ്പോൾ അതിന് വേദന കൂടും. പക്ഷെ ജീവിക്കണം, അല്ല അതിജീവിക്കണം. ബന്ധുജനങ്ങളുടെ അനുഗ്രഹത്തോടെ നിരഞ്ജനും ദേവനും അമ്പലത്തിലേക്ക് കയറി. സ്വർണ്ണക്കസവിൻ്റെ വെള്ളമുണ്ടും മേൽച്ചുണ്ടും പുതച്ചാണ് ഇരുവരുടെയും നിൽപ്പ്. കഴുത്തിൽ തിളങ്ങുന്ന രത്നക്കല്ല് പതിപ്പിച്ച സ്വർണമാല, നെറ്റിയിൽ ചന്ദനക്കുറി. പരസ്പരം പുഞ്ചിരി തൂകി അവർ നിൽക്കുമ്പോൾ അമ്മമാരുടെയും മറ്റുള്ളവരുടെയും കൂടെ ദേവുവും താരവും എത്തി. പീച്ച് നിറത്തിലെ സാരിയായിരുന്നു ദേവുവിന്. 1 2 മാലയും പിന്നെ കുറച്ച് വളകളും കാതിനിണങ്ങുന്ന കമ്മലുമൊക്കെയായി
ഭംഗിയുള്ളൊരു വധുവായി തീർന്നിരുന്നു അവൾ. അമ്പലനടയിൽ നിരഞ്ജനടുത്തായി നിൽക്കുമ്പോൾ അവളിലുണ്ടായിരുന്ന ഭാവം വേർതിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. നാണവും സന്തോഷവും അതിലുപരി ഒത്തിരിയേറെ ആഗ്രഹിച്ച നിമിഷമാണ് ഇതെന്ന ഓർമ്മയും അവളാകെ തരളിതയായിപ്പോയി. പൂജാരി എടുത്തു കൊടുത്ത തട്ടിൽ നിന്നും താലിയെടുത്ത് നിരഞ്ജൻ അവളുടെ കഴുത്തിലേക്ക് കെട്ടുമ്പോൾ അവൻ്റെ കൈയും അറിയാതൊന്ന് വിറച്ചു. ഇരു കൈയും കൂപ്പി നിറ കണ്ണുകളോടെ ദേവു ഭഗവാന് നന്ദി പറയുമ്പോൾ നിരഞ്ജനും പുഞ്ചിരിച്ചു. ദേവനടുത്തായി താരു വന്നു നിന്നു. സ്വർണ്ണ നിറത്തിലെ കാഞ്ചീപുരം പട്ടുസാരി ദേവന്റെ സെലക്ഷനായിരുന്നു. അവൾക്കാകെ പരിഭ്രമമാണ്. ഉള്ളംകൈയൊക്കെ തണുത്തുപോയി. അതിലും കഷ്ടം മീനാക്ഷിയമ്മ വാരിപ്പെറുക്കിയിട്ടു കൊടുത്ത സ്വർണ്ണാഭരണങ്ങളായിരുന്നു. എല്ലാം കൂടി സ്വർണ്ണക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന മോഡലിനെ പോലെയുണ്ട്. ദേവന്റെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് താലി മുറുക്കി കെട്ടുമ്പോൾ അറിയാതെ നിതാരയുടെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ മുഹൂർത്തമാണ്. മരിക്കും വരെ ഈ താലി കഴുത്തിലണിയാനുള്ള ഭാഗ്യം തരണേ ഈശ്വര, അവളുള്ളിൽ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് നേരെ കൺവെൻഷൻ സെന്ററിലേക്കായിരുന്നു. ബാക്കി ചടങ്ങുകളൊക്കെ അവിടെയാണ്. പുടവ കൊടുപ്പും പാണിഗ്രസ്തവുമൊക്കെ ഭംഗിയായി നടന്നു. ഇതിനിടയിൽ വിശദമായൊരു സദ്യയും പിന്നെ വിശാലമായൊരു ഫോട്ടോഷൂട്ടും കൂടി നടന്നു. എല്ലാം കഴിഞ്ഞ് 2 വണ്ടികളിലായി 2 വധൂവരന്മാരും യാത്രയാകുമ്പോൾ ദേവു കരച്ചിലൊതുക്കി പിടിച്ചു നിന്നു. പക്ഷെ നിതാര ദേവയാനിയുടെ ചുമലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. മുൻപൊരിക്കൽ കാവ്യയുടെ കല്യാണത്തിന് പോയപ്പോൾ എന്തിനാ ഈ കരച്ചിലെന്ന് ചോദിച്ചവളാണ്. പറിച്ചുമാറ്റലിന്റെ വേദന അവൾ അറിഞ്ഞു. ഒടുക്കം ദേവൻ ചേർത്ത് പിടിച്ചാണ് അവളെ കാറിലേക്ക് കയറ്റിയത്. ഗൃഹപ്രവേശവും വൈകുന്നേരത്തെ റിസപ്ഷനുമൊക്കെ കഴിഞ്ഞാണ് അതിഥികൾ പിരിഞ്ഞത്. അതിഥികളുടെ കൂട്ടത്തിൽ പ്രഭയും നന്ദിത്തും ജിതിനും പിന്നെ വരുണും തീർത്ഥയും നന്ദനും കാവ്യയും ഭർത്താവ് വിഷ്ണുവും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയൊരു ജീവിതം തുറന്നു കിട്ടിയത് ജിതിനായിരുന്നു. താൻ നശിപ്പിച്ചു കളഞ്ഞ വർഷയുടെ ജീവനെ അവൻ സ്വന്തമാക്കി. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടും ജിതിൻ അവളെ വിവാഹം കഴിച്ചു. ഓർമ്മകൾ കുത്തിനോവിക്കുന്ന നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ഇരുവരും ഓസ്ട്രേലിയയിലേക്ക് താമസം മാറി. അവളുടെ ചികിത്സയ്ക്കും അതായിരുന്നു നല്ലത്. പുതിയൊരു പുഷ്പം അവരുടെ വേരിൽ കിളിർത്ത് വരട്ടെ. കർണാടകയിലെ ഏതോ ഒരൊഴിഞ്ഞ ഉൾവനത്തിലാണ് ആ ആതുരാലയമുള്ളത്. ഭാഷ മനസ്സിലാകാത്ത ആരാരും ഇല്ലാത്ത ഒരുപാട് അന്തേവാസികളുള്ള ഇടം. ഉറ്റവരുപേക്ഷിച്ചവരും വികലാംഗരും ഒക്കെയുള്ള ഇടം. അവിടെയാണ് കുറുപ്പിപ്പോഴുള്ളത്. കൈയും കാലുമൊക്കെ തകർന്ന് ഒരു ജീവഛപം പോലെ കിടപ്പ്. ജീവനുണ്ട്, അത്ര തന്നെ. അയാളുടെ ചികിത്സ ചിലവ് നടത്തുന്നത് നിരഞ്ജനാണ്. പക്ഷെ ഒരു വട്ടം പോലും ആരും അയാളെ തിരിഞ്ഞു നോക്കിയില്ല. കുറെ പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നയാൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകണം. നന്ദന കൊലപാതക കേസിൽ നിതാര കുറ്റവിമുക്തിയാണെന്ന് കോടതി കണ്ടെത്തി. അതിപ്പോഴും തുടരന്വേഷണം നടന്നു വരുന്നു. കാലത്തിന്റെ ജാലകത്തിൽ വീണ്ടും ഋതുക്കൾ പൊഴിഞ്ഞു. നിരഞ്ജനും ദേവുവും ദേവനും താരുവും വർഷയും ജിതിനും നന്ദിത്തും പ്രഭയും വരുണും തീർത്ഥയും ദാമ്പത്യ ജീവിതം സുഖമായി ജീവിക്കുന്നു. എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതത്തിൻ്റെ ഏടുകൾ ഓരോന്നും മറിച്ചു പോകുന്നു. കംപ്ലീറ്റഡ്. കൂട്ടുകാരെ, ഈ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓണത്തിൻ്റെ തിരക്കൊക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് സിന്ദൂരച്ചെപ്പും പുതിയ സ്റ്റോറി രാവണൻ്റെ പാതിയുമായി നിങ്ങളുടെ തീർത്തു വീണ്ടും എത്തുന്നതായിരിക്കും. ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വേഗം കമൻ്റായി പോരട്ടെ.